സാലിഹത്തായ ഭാര്യയുടെ അടയാളമാണ്. ഒരു സാലിഹായ പെണ്ണിന് അല്ലാഹുവിന്റെ റസൂൽ ഒരു പെണ്ണ് സാലിഹത്താണോ എന്ന് തിരിച്ചറിയാറുള്ള 7 അടയാളങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നല്ലോ. ആ അടയാളങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കടന്നു വരുന്ന ഏറ്റവും നശിച്ചവനാരെന്നറിയുമോ? കണ്ടുപിടിയനും പെണ്ണുപിടിയനും പലിശ തിന്നുന്നവനുമല്ല. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോൾ ആ കോടതിയിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവനാരെന്നറിയുമോ? റസൂലുള്ളാഹി പറയുന്ന സ്വഹാബാ, തന്റെ കിടപ്പറ രഹസ്യമുണ്ടല്ലോ, കിടപ്പറ രഹസ്യം പരസ്പരം ഷെയർ ചെയ്യുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, തന്റെ ഭാര്യയുമായിട്ട് തന്റെ മണിയറയ്ക്കകത്ത് നടന്ന സംഭവങ്ങളോ കണ്ടവന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന ചെറുപ്പക്കാരാ, അള്ളാന്റെ കോടതിയിലെ നശിച്ചവൻ നീയാടാ, അള്ളാഹുവിന്റെ കോടതിയിലെ വൃത്തികെട്ടവൻ നീയാടാ. നിന്നെ കൊണ്ടുവരുന്നത് അറിയുമടാ, നാളെ പടച്ചറബിന്റെ പരലോകത്തേക്ക് നിന്നെ കൊണ്ടുവരുന്നത്, അള്ളാന്റെ കോടതിയിൽ കൊണ്ടുവരുന്ന രംഗമുണ്ടല്ലോ. എല്ലാവരും നിന്നെ തിരിച്ചറിയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവേ, മണിയറ രഹസ്യം കണ്ടവനോട് പറഞ്ഞു കൊടുക്കുന്ന കാലവാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മുസ്ലിം സമുദായം തന്റെ ചാനലുകളിൽ കയറിയിരുന്നിട്ട് പടച്ചവനെ തന്റെ മണിയറ രഹസ്യങ്ങൾ ഷെയർ ചെയ്യുന്ന പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടവരാണ്. എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, അതാ തന്റെ മണിയറ രഹസ്യങ്ങൾ പരസ്യമാക്കുന്നവനുണ്ടല്ലോ, അവൻ നാളെ പരലോകത്തിലെ വൃത്തികെട്ടവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെന്ന് പറയുമ്പോ, സാലിഹത്തായ ഭാര്യയുടെ 6ാമത്തെ അടയാളം എന്തെന്നറിയോ? നിന്റെ ഭാര്യ സാലിഹത്താണോ എന്ന് നിനക്ക് തിരിച്ചറിയണോ? നിന്റെ ഭാര്യ സാലിഹത്തായ ഒരു പെണ്ണാണോ എന്ന് നിനക്ക് തിരിച്ചറിയണോ? അതിനുള്ള 6ാമത്തെ വഴി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തംശീ സിത്രതു വസ്റഹു. ഭർത്താവിന്റെ രഹസ്യം അവൾ ആരോടും പറയാറില്ല. ഒരു സാലിഹത്തായ പെണ്ണിന്റെ 6ാമത്തെ പെണ്ണിന്റെ അടയാളം എന്തെന്നറിയുമോ? ഭർത്താവിന്റെ രഹസ്യം അവൾ പരസ്യമാക്കാറില്ല. 4 പെണ്ണുങ്ങൾ കൂടിക്കഴിഞ്ഞാ എടീ നിന്റെ ഭർത്താവ് എങ്ങനെയാണ്? പെണ്ണുങ്ങൾ കൂടിയാൽ, മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, പെണ്ണുങ്ങൾ കൂടി ആണുങ്ങൾ ഒരുമിച്ച് കൂടിയാൽ അവര് ബിസിനസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആണുങ്ങൾ 4 പേര് കൂടിക്കഴിഞ്ഞാൽ എന്താ ചർച്ച? 4 കാശുണ്ടാക്കാനുള്ള വഴികൾ. പെണ്ണുങ്ങൾ കൂടിക്കഴിഞ്ഞാൽ അവർ തന്റെ ഭർത്താക്കന്മാരെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എന്ന് ഇമാം ഗസാലി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സത്യമാണ്. ഇമാം ബുഖാരി തങ്ങൾ പരിശുദ്ധമായ ഒരു ഹദീസ് തന്നെ അറിയാം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥ. 11 ഭാര്യമാര് തന്റെ ഭർത്താക്കന്മാരെ കുറിച്ച് കൂടിയിരുന്നു. എല്ലാരും കൂടെ, പെണ്ണുങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയപ്പോ പറഞ്ഞു, ആരും കള്ളം പറയരുത്, സത്യമേ പറയാവൂ. അവരവരുടെ ഭർത്താക്കന്മാരെ കുറിച്ച് സത്യമേ പറയാവൂ, കള്ളത്തരം പറയരുതെന്ന് പറഞ്ഞിട്ട് 11 പെണ്ണുങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് ഓരോന്നും അവരവരുടെ ഭർത്താക്കന്മാരുടെ പോരായ്മകൾ പറയാൻ തുടങ്ങി. ഈ കഥ ജാഹിലിയ കാലഘട്ടത്തിൽ ആയിഷ ബീബി കേട്ട കഥ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു ഒരു ദിവസം മുത്തുനബിക്ക് പറഞ്ഞു കൊടുത്തു ഈ കഥകൾ മുഴുവനും. ഈ 11 പെണ്ണുങ്ങളും പറഞ്ഞ ആ സംഭവങ്ങൾ അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ച് പറഞ്ഞത് അവിടുന്ന് മുത്തുനബിക്ക് പറഞ്ഞു കൊടുത്തു. എന്തിനാ അപ്പൊ അങ്ങനെ പറയാൻ പാടില്ല എന്നാ? എങ്കിൽ നമ്മൾ പഠിക്കേണ്ടത് ഈ 11 കാര്യവും പറഞ്ഞിട്ട് ആയിഷ ബീവിയോട് ചോദിച്ചു, ഞാൻ എങ്ങനെ ആയിഷ? അതാ അവിടെയാ ചോദ്യം. ഈ 11 പെണ്ണുങ്ങളും തന്റെ ഭർത്താക്കന്മാരെ കുറിച്ച് പറഞ്ഞ ആ ഒരു കഥ മുഴുവനും ആയിഷ ബീവി മുത്തുനബിക്ക് പറഞ്ഞു കൊടുത്തപ്പോ അവസാനം റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ഞാൻ എങ്ങനാണെന്ന്. അപ്പൊ പറഞ്ഞ മറുപടിയാ കേൾക്കേണ്ടത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അത് ഒരു ഹദീസ്, ഒരു പെണ്ണിനെ കുറിച്ച് തന്നെയുള്ള പ്രത്യേകമായിട്ടുള്ള ഹദീസ്, വലിയ ഒരു ഹദീസ്. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ആ 11 പെണ്ണുങ്ങളും പറഞ്ഞ് എന്താ നമുക്ക് പഠിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇത്ര നിസ്സാരമായി തള്ളിക്കളയേണ്ടതല്ല, വലിയൊരു ഹദീസ. ഈ 11 പെണ്ണുങ്ങളും തന്റെ ഭർത്താക്കന്മാരെ കുറിച്ച്. നമ്മുടെ പെണ്ണുപിള്ളമാർക്ക് ഇതിനെക്കാളും പറയാനുണ്ടാകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വലിയ സാഹിത്യപരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്നത് മനസ്സിലാക്കില്ല, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭർത്താവ് ഭാര്യ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച ഭാര്യ, ആ ഭാര്യ മണിയറയിൽ നിന്റെ മുന്നിൽ അവളുടെ ശരീരം നിനക്ക് തന്നു. അത് പിറ്റേ ദിവസം രാവിലെ, അതാണ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ കൂട്ടുകാർ ചോദിക്കും, അളിയ എങ്ങനെ ആയിരുന്നടാ? എടാ പഹയ, കണ്ടവന്റെ പെണ്ണുമ്പിള്ളയുടെ കാര്യം ചോദിക്കാൻ നിൽക്കുന്ന ചെറുപ്പക്കാർ. എല്ലാവർക്കും അറിയേണ്ടതാണ്
രഹസ്യങ്ങളാണ്. കാമുകിയോട് എത്രയോ ചെറുപ്പക്കാര് തന്റെ കാമുകിയോട് നിങ്ങൾക്ക് ഒരു ഭാര്യയില്ല, ഓളെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊരു വല്ലാത്ത ജന്തുവാ ഭാര്യയെ കുറിച്ച്. ഒരു സുന്ദരിയായ ഭാര്യ നിനക്കുണ്ടല്ലോ എന്നൊരു കാമുകി ചോദിക്കുമ്പോൾ ആ കാമുകിയോട് ഭാര്യയുടെ പോരായ്മകളാ പറഞ്ഞു കൊടുക്കുന്നത്. ഒരു പെണ്ണിനോട് ഗൾഫുകാരന്റെ ഭാര്യയാണ് അവളോട് ചോദിക്കുന്ന ഒരു ഭർത്താവ് നിനക്കുണ്ടല്ലോ, ഓനെ കുറിച്ച് എന്താ പറയുക ഇല്ലേ? പെണ്ണ് രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് പോലും പറഞ്ഞു കൊടുക്കുക. എത്ര വൃത്തികേടാ സഹോദര, എത്രയോ വൃത്തികെട്ട കാര്യമാണ്. അല്ലാഹുവിന്റെ കോടതിയിലെ ഏറ്റവും നശിച്ചവൻ അവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഔറത്ത് പോലും ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്യുന്നവരുണ്ട്. ആരാ? സ്വന്തം ഭർത്താവ് തന്നെ, സ്വന്തം ഭർത്താവ് തന്നെ. അല്ലാഹുവേ, ഭാര്യയുടെ ശരീരം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന സഹോദരങ്ങള്, എടാ ചെറുപ്പക്കാരാ, മഹർ കൊടുത്ത് വിവാഹം കഴിച്ച ഒരു പെണ്ണിന് അവളെ സാരി ഉടുപ്പിക്കുന്ന നീയല്ലേടാ, അവളുടെ അടിവയറ് വെളിയിൽ കാണുമെന്ന് നിനക്കറിയില്ലോ? എന്റെ പ്രിയപ്പെട്ടവരെ, പല സ്ഥലങ്ങളിലും കൊണ്ടു നടക്കുമ്പോ എത്രയോ പേരത് കാണുന്നുണ്ട്, എത്രയോ പേരത് കാണുന്നുണ്ട്. അല്ലാഹുവേ, അത് പാപമല്ലേ ചെറുപ്പക്കാരാ? അതാ പടച്ചവനെ, പലരുടെയും ഫോണിന്റെ പ്രൊഫൈൽ ചിത്രങ്ങൾ കാണാൻ കള്ളതാണ്. പലരുടെയും ഫോണിന്റെ പ്രൊഫൈൽ ചിത്രം കാണണം, ആമിനായുമായിട്ട് ഇങ്ങനെ നിന്നിട്ട് പെണ്ണുമ്പിള്ളയുടെ ഫോട്ടോയാ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ. സ്വന്തം ഭാര്യയുടെ ഫോട്ടോ. എടാ, നിന്റെ നമ്പർ ആർക്കൊക്കെ ഉണ്ട് അവർക്ക് എല്ലാവർക്കും ഈ ഫോട്ടോ കണ്ടൂടെ? ചിന്തിച്ചു നോക്ക്. ഫേസ്ബുക്കിൽ എടുത്തിടാ, എവിടെയെല്ലാം എടുത്തിട്ട് ഔറത്തുകൾ കാണിക്കുന്നു. അല്ലാഹു നമുക്ക് കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദര, സാരിഹത്തായ ഒരു പെണ്ണിനോട് നീ ഭർത്താവിനെ കുറിച്ച് ചോദിച്ചാൽ ഓളൊന്നും പറയില്ല. നല്ലവൻ തന്റെ ഭർത്താവിന്റെ രഹസ്യങ്ങൾ പുറത്തു പറയാറില്ല. അതിന് അവൾക്ക് പ്രയാസമുള്ള കാര്യമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണെങ്കിലും ഒരാളോടും പറയാത്ത സാലിഹത്തായ പെണ്ണുങ്ങളുണ്ട്. എത്രയോ സംഭവങ്ങൾ, എത്രയോ സംഭവങ്ങൾ. പല കുടുംബ ജീവിതങ്ങളും തകർന്നു നിൽക്കുമ്പോഴും അൽഹംദുലില്ലാ ഈമാനുള്ള ദീനുള്ള പെണ്ണുങ്ങളുണ്ട്. അല്ലാഹുവേ, പടച്ചവനെ, ഭർത്താവ് മരണപ്പെട്ടു പോയിട്ട് ജീവിക്കുന്ന എത്രയോ പെണ്ണുങ്ങൾ, അല്ലാഹു അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവരുടെ ഈമാൻ അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഭർത്താവ് മരണപ്പെട്ടു പോയ ഒരു പെണ്ണ് തന്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചാൽ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? നാളെ ഒരു പെണ്ണ് സ്വർഗത്തിൽ ഓടുമെന്ന മുത്തുനബിയെക്കാലം മുമ്പിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു പെണ്ണ് സ്വർഗത്തിലേക്ക് ഓടാൻ ധൃതി കാണിക്കുമത്രേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗം തുറക്കാൻ നിൽക്കുമ്പോൾ ഒരു പെണ്ണ് ധൃതി കാണിക്കാം ആദ്യം ഓടാൻ. ആരെന്നറിയോ? ആരെന്നറിയോ? എവിടേക്കാ നീ ഓടുന്നത്? നബിയേ, എന്റെ ഭർത്താവിനെ കാണാൻ. ഏത് ഭർത്താവ്? ചെറുപ്പകാലത്ത് തന്നെ ഭർത്താവ് മരണപ്പെട്ടു പോയി. ചെറുപ്പകാലത്ത് തന്നെ ഭർത്താവ് മരണപ്പെട്ടു പോയി. വിവാഹം കഴിക്കാൻ ഒരു പ്രായമുണ്ടായിരുന്നു, പക്ഷേ മക്കൾക്ക് വേണ്ടി ജീവിച്ചു, മക്കൾക്ക് വേണ്ടി ജീവിച്ചു. ആ പെണ്ണിന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾക്ക് വേണ്ടി. എത്രയോ മാതാപിതാക്കൾ, എത്രയോ നമ്മുടെ പള്ളിക്ക് തന്നെ പൈസ തന്ന ഒരു സഹോദരിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ അടുത്ത് നമ്മുടെ പള്ളിക്ക് വേണ്ടി പൈസ തന്നു. ഉസ്താദേ, എന്റെ ഉമ്മയുടെ രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്യണം. എനിക്ക് 35 വയസ്സുണ്ട്. 7 വയസ്സുള്ളപ്പോൾ എന്റെ വാപ്പ മരണപ്പെട്ടതാ. എന്റെ ഉമ്മ എന്നെ പൊന്നുപോലെ നോക്കി, വേറെ വിവാഹം പോലും കഴിച്ചില്ല. ഇതുപോലെ എത്രയെത്രയോ ചരിത്രങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയുന്ന, ഒരിക്കലും നിന്റെ ഭാര്യയുടെ രഹസ്യങ്ങൾ നീ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കരുത്. എങ്കിലും നാളെ പടച്ചറപ്പിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവൻ നീയാണ്. എന്റെ പെങ്ങന്മാരോട് പറയുകയാ, പല ചെറുപ്പക്കാരൻ നിന്നോട് ചാറ്റ് ചെയ്തുകൊണ്ട് ചോദിക്കും ഭർത്താവിനെ കുറിച്ച്. പറയല്ലേ മോളെ, പറഞ്ഞു കൊടുക്കല്ലേ മോളെ. അങ്ങനെ ആരെങ്കിലും നിന്നോട് ചോദിച്ചാൽ അവനെ നന്നാക്കുന്നവനാകണം നീയോ. അവനോട് ചോദിക്കണം, നിനക്ക് അല്ലാഹുവിനെ കുറിച്ച് പേടിയില്ലേടാ? മരണത്തെ കുറിച്ച് പേടിയില്ലേടാ? കബറിൽ പോയി കിടക്കേണ്ടവനാണെന്നുള്ള ചിന്തയില്ലേടാ? പഠിപ്പിക്കാൻ വരുന്നവനെ നന്നാക്കുന്നവളാകണം പെണ്ണു. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ എന്റെ ചെറുപ്പക്കാരോട്. എടാ, കണ്ടവന്റെ ഭാര്യയുടെ മണിയര രഹസ്യങ്ങളെ ചോദിക്കുന്ന ചെറുപ്പക്കാരാ, ദാമ്പത്യ ജീവിതം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരാ, കണ്ടവരുടെ നഗ്നചിത്രങ്ങൾ ചോദിക്കുന്ന ചെറുപ്പക്കാരാ, നിനക്ക് പഠിക്കണമെങ്കിൽ ഞാനൊരു ചെറുപ്പക്കാരനെ പറഞ്ഞു തരാ. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ പണച്ചെറുപ്പിനെ പേടിച്ച് ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീൻ ഓതുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ യാസീൻ ഓതുകയാണ്. على الأرائك متكئون
ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദഊൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, നാളെ ഭാര്യയും ഭർത്താവും കൂടെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലെ ചാരികസേരയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുമെന്ന് ഖുർആനിന്റെ ആയത്ത് ഇങ്ങനെ ഓതുമ്പോ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരനുണ്ടല്ലോ, ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന റബ്ബേ, എന്റെ സ്വർഗ്ഗത്തിലെ ഭാര്യ ആരാണല്ലോ, എന്റെ സ്വർഗ്ഗത്തിലെ ഭാര്യ ആരാണ്, എനിക്ക് നീ ഒന്ന് കാണിച്ചു തരുവോ തമ്പുരാന്, എന്റെ സ്വർഗ്ഗത്തിലെ ഭാര്യ ആരാണെന്ന് എനിക്കൊന്ന് കാണിച്ചു തരണേ തമ്പുരാന്. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അന്ന് അല്ലാഹു കാണിച്ചു കൊടുക്കുകയാ ആ ചെറുപ്പക്കാരന്റെ സ്വർഗ്ഗത്തിലെ ഭാര്യ ആരാണെന്ന് അല്ലാഹു അവിടുന്ന് കാണിച്ചു കൊടുക്കുകയാണ്. രാവിലെ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആരാണെന്ന് മനസ്സിലായി. അല്ലാഹുവേ, അവൾ എങ്ങനെയാണ് ഇത്രയും വലിയ പ്രതിഫലം കിട്ടാറുള്ള കാരണമെന്താ? എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് തിരഞ്ഞു പോവുകയാണ്. മൈമൂന എന്ന് പറയുന്ന പെണ്ണിനെയാണ് കാണിച്ചു കൊടുത്തത്. അവിടുന്ന് തിരഞ്ഞു നടക്കുകയാ. മൈമൂന എന്ന് പറയുന്ന പെണ്ണിനെ തിരഞ്ഞുകൊണ്ട് നാട്ടിലേക്ക് കാണിച്ചു കൊടുത്ത നാട്ടിലേക്ക് കടന്നുപോയി. അവിടുന്ന് ചോദിച്ചു, ഈ മൈമൂന എന്ന് പറയുന്ന പെണ്ണാരാടുള്ളത്? വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണ്. ഒരു നാട്ടിലേക്ക് പോയപ്പോ കണ്ടവർ മുഴുവനും അടുത്തേക്ക് ഓടി വന്നു. അവിടുന്ന് ചോദിച്ചു, മൈമൂന എന്ന് പേരുള്ള ഒരു പെണ്ണി നാട്ടിലുണ്ട്, അവൾ ആരാണെന്ന് എനിക്കൊന്ന് കാണണം, അവൾ ആരാണെന്ന് എനിക്കൊന്ന് അറിയണം. പടച്ചവനെ, ജനങ്ങൾ മുഴുവനും തെരഞ്ഞു നടക്കുകയാണ്. മൈമൂന എന്ന് പറയുന്ന പെണ്ണിനെ തെരഞ്ഞു നടന്നു. അവസാനം വൈകുന്നേരമായപ്പോ അവര് വന്നിട്ട് പറയുന്നു, തങ്ങളെ, ഈ നാട്ടിൽ 3 മൈമൂനമാരുണ്ട്. 3 മൈമൂന എന്ന് പേരുള്ള 3 പെണ്ണുങ്ങളാണ് ഈ നാട്ടിലുള്ളത്. പക്ഷേ നിങ്ങൾ തിരയുന്നത് ആ 3 പെണ്ണുങ്ങളെയല്ല. അവര് 3 പേരും മോശമായ ജീവിതം നയിക്കുന്നവരാ. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറഞ്ഞു, ഇല്ല, മൈമൂന എന്ന് പേരുള്ള ഒരു പെണ്ണി നാട്ടിലുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ സമയത്തൊരു മനുഷ്യൻ പറഞ്ഞു, തങ്ങളെ, ഒരു ഭ്രാന്തിയായ പെണ്ണുണ്ട്, ഒരു ഭ്രാന്തിയായ പെണ്ണുണ്ട്. എല്ലാവരുടെ വീടിന്റെ മുന്നിൽ വന്ന് രാത്രി കാലങ്ങളിൽ പാട്ടുപാടുന്ന ഒരു ഭ്രാന്തിയായ പെണ്ണി നാട്ടിലുണ്ട്. റബിയ ചോദിക്കുന്ന, അവൾ എവിടെയാണ്? ആ മൈമൂന എവിടെയാണ്? അവളുടെ പേര് മൈമൂന എന്നാണ്. അവൾ ഈ കാണുന്ന പർവ്വതത്തിന്റെ മുകൾ തട്ടിലാണ്. അല്ലാഹുവേ, അവിടുന്ന് റബിയ എന്ന ചെറുപ്പക്കാരൻ ഓടുകയാ. തന്റെ സ്വർഗ്ഗത്തിലെ ഭാര്യയാണെന്നല്ല കാണിച്ചു കൊടുത്ത പെണ്ണാണല്ലോ. അവിടുന്ന് കടന്നു ചെല്ലുമ്പോ പർവ്വതത്തിന്റെ മുകളിൽ ഒറ്റക്കിരുന്ന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാ. അവിടുന്ന് കടന്നു ചെന്നു. അവിടുന്ന് സലാം പറഞ്ഞു. സലാം പറഞ്ഞപ്പോ മൈമൂന സലാം അടക്കുകയാ. അവിടുന്ന് സലാം അടക്കുകയാണ്. അവിടുന്ന് ചോദിച്ചു, റബിയ, എന്തേ എന്നെ കാണാമെന്നതാണോ? അവിടുന്ന് അത്ഭുതമായി, എന്റെ പേര് നിനക്ക് എങ്ങനെ അറിയാ? എവിടെയോ കിലോമീറ്ററുകൾ അപ്പുറത്ത് കിടക്കുന്ന ജീവിതത്തിൽ ആദ്യമായി കാണുന്ന എന്റെ പേര് നിനക്ക് എങ്ങനെ അറിയാ? അവിടുന്ന് പറഞ്ഞു, എന്റെ സ്വർഗ്ഗത്തിലെ പുതിയ പളയല്ലോ, എന്റെ സ്വർഗ്ഗത്തിലെ ഭർത്താവല്ലോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ആ മൈമൂന എന്ന് പറയുന്ന സ്വാലിഹത്തായ പെണ്ണ് പറഞ്ഞതെന്തെന്നറിയോ? പാട്ട് പാടാനല്ല, പ്രണയിച്ച് നടന്നിട്ടുണ്ടോ എന്നല്ല, വീടും സമ്പത്തുണ്ടോ എന്നല്ല. അവിടെ നിന്ന് ചോദിച്ചു, എനിക്ക് ഖുർആനിലെ ഒരു സൂറത്ത് ഓതിത്തരുവോ? നിങ്ങളുടെ നാവ് കൊണ്ട് പരിശുദ്ധമായ ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്ത് എനിക്ക് ഓതിത്തരുവോ? റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അല്ലാഹുവേ, തന്റെ ഭാര്യയുടെ ആഗ്രഹമാണല്ലോ, സ്വർഗ്ഗത്തിലെ മണവാട്ടിയാണല്ലോ. അവിടെ നിന്നല്ല പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് സൂറത്തുൽ മുസമ്മിലുണ്ടല്ലോ, സൂറത്തുൽ മുസമ്മിലുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തിട്ട് ഓതാൻ തുടങ്ങുകയാണ്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا.
ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. മൈമൂന എന്ന പെണ്ണിന്റെ മുന്നിലിരുന്ന് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുസമ്മിൽ ഇങ്ങനെ ഓതി കൊടുക്കുകയാണ്. മൈമൂന ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പടച്ചറപ്പേ, പരിശുദ്ധമായ ഖുർആൻ ഓതിയത് ഇന്ന ലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്തങ്ങ് ഓതുമ്പോ, ഈ ഖുർആനിലെ ആയത്ത് ഓതുമ്പോ മൈമൂന പിടന്ന് താഴെ വീഴുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ഈ ഖുർആനിലെ ഈ ആയത്തങ്ങ് ഓതിയപ്പോ കേട്ടുകൊണ്ടിരുന്ന സ്വർഗത്തിലെ മണവാട്ടി പിടഞ്ഞങ്ങ് താഴെ വീഴുകയാണ്. പടച്ചവരെ, അതാ കരയുകയാ. ഓതുന്ന റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുന്നുണ്ട്. ഈ ആയത്തോതിയപ്പോ അവിടത്തെ ശബ്ദവും ഇടറുകയാണ്. ഓതാൻ കഴിയുന്നില്ല. രണ്ടുപേരും കരയുകയാണ്. ആ സമയത്താണ് മൈമൂന എന്ന് പറയുന്ന പെണ്ണ് പറയുന്നു, റബിയ, ആയത്തൊന്നുകൂടെ വന്നോതുവോ റബിയ. നിങ്ങളുടെ നാവ് കൊണ്ട് ഓതുന്നത് കേൾക്കാറുള്ള കൊതി കൊണ്ടാണ്. എനിക്കൊന്ന് ഓതിത്തരുവോ, എനിക്കൊന്ന് ഓതിത്തരുവോ? സുബ്ഹാനല്ലാഹ്. റബിയ എന്ന ചെറുപ്പക്കാരൻ പറയുന്നു, എനിക്കത് കഴിയില്ല, എനിക്ക് ഓതാൻ കഴിയില്ല. കാരണം നരകത്തെ കുറിച്ച് പറയുന്ന ആയത്താ. ഇന്നലെ ദൈനാ അൻകാലം വജഹീമാ വതആമൻ ദാ ഉസ്സതിൻ വഅദാബൻ അലീമാ. നരകത്തിന്റെ കൊളുത്തുകളെ കുറിച്ച്, നരകത്തിന്റെ ചങ്ങലകളെ കുറിച്ച് അവിടെന്ന് പറയുന്ന ആയത്താണ്. ഈ ആയത്താണ് ഓതാൻ കഴിയാതെ, പടച്ചവനെ ഓതാൻ കഴിയാതെ ആ മനുഷ്യൻ അവിടെ ഇരുന്ന് കരയുന്നത്. അത് ഓതാനാണ് സ്വർഗത്തിലെ ഭാര്യ പറയുന്നത്. അവസാനം അവിടെന്ന് പറഞ്ഞു, എന്റെ ആഗ്രഹമാണ്, എന്റെ മോഹമാണ്, ഒരു വട്ടമെന്ന് ഓടിത്തരുതോ. അവസാനം റബീ എന്ന മനുഷ്യനുണ്ടല്ലോ, അവിടെന്ന് പരിശുദ്ധമായ ഖുർആനിൽ ഈ ആയത്തുണ്ടല്ലോ, ഇന്നലെ ദൈനാ അൻകാലം വജഹീമാ. സുബ്ഹാനല്ലാഹ്. ഇത് കഥയല്ലടാ ചെറുപ്പക്കാരാ, ഇത് കഥയല്ലടാ. ഈ നിരന്നിരിക്കുന്ന പ്രായം ചെന്ന ഉപ്പമാരോട് ചോദിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ എന്നെങ്കിലും ഒരു ദിവസം നിന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടോ, മോളെ നീ ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്തോട് കേൾക്കാനുള്ള കൊതി കൊണ്ടാണ്, കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സഹോദരാ? പടച്ചവരെ, റബീ എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ നിന്ന് ഖുർആൻ ഓതുമ്പോ തന്റെ സ്വർഗത്തിലെ മണവാട്ടി കണ്ണിന്റെ മുന്നിൽ കിടന്ന് പിടഞ്ഞു പിടഞ്ഞു മരണപ്പെടുകയാ. ആ ഒരൊറ്റ ആയത്ത് കേട്ടപ്പോ അവിടെ നിന്ന് പടച്ചവരെ നെഞ്ചു പൊട്ടിയിട്ടും മരിച്ചുപോയെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കണ്ടവന്റെ ഭാര്യയുടെ മണിയറ രഹസ്യം എന്തെന്ന് ചോദിക്കുന്ന മുസ്ലിമോ, വേണ്ട പൊന്നുമോനെ, അത് നല്ല ഗുണമല്ലടാ. നാളെ നാണം കെടുമടാ. ദുനിയാവില് നാണം കെട്ടില്ലെങ്കിലും കണ്ടവന്റെ ഭാര്യയോട് പാതിരാത്രി ചാറ്റ് ചെയ്ത് ആവശ്യമില്ലാത്തത് വരുമ്പോ ചോദിച്ചറിഞ്ഞിട്ട് എന്ത് കേൾക്കാനാ പൊന്നുമോനെ? അതിനെന്ത് സുഖമാടാ പൊന്നുമോനെ? നാളെ നിന്റെ ചെവിക്കകത്തേക്ക് അല്ലാഹുവേ നരകത്തിന്റെ ശിക്ഷ നിനക്ക് താങ്ങാൻ കഴിയുമോ പൊന്നുമോനെ? അത് കേട്ടിട്ടെന്ത് സുഖമാടാ. നിനക്കത്ര നിർബന്ധമാണെങ്കിൽ പോയി പെണ്ണ് കെട്ടടാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട്, ഒരിക്കലും നിന്റെ ഭാര്യയുടെ രഹസ്യങ്ങളെ നീ പറയരുത്. നിന്റെ ഭാര്യ നിനക്ക് വിശ്വാസത്തോടെ ആരും കാണാതെ മണിയറക്കകത്ത് ബെഡ്റൂമിന്റെ അകത്തിരുന്ന് നിനക്ക് തന്നതിന് പകരം 4 പേര് കൂടുമ്പോ പരസ്യമായി പറഞ്ഞു കൊടുക്കുന്നവരെ അല്ല നിന്നെ നാണം കെടുത്തുപടാ. നീ നാളെ നിന്നിനാടോ, നാളെ നീ നിസാരനാടോ. അല്ലാഹുവിന്റെ കോടതിയിൽ വൃത്തികെട്ടവനായ രീതിയിൽ അല്ലാഹു നിന്നെ കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, സാലിഹത്തായ പെണ്ണിന്റെ 6ാമത്തെ അടയാളം എന്തെന്നറിയോ? ഭർത്താവിന്റെ രഹസ്യമുണ്ടല്ലോ, ഒരാളോടും പറയാത്ത ഭാര്യ, അവള് സാലിഹത്തായ ഭാര്യയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോ രണ്ടുപേരും പഠിച്ചുകൊള്ളണം.
ഭാര്യയുടെ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഭർത്താവിന് നാളെ വരുമ്പോ നോട്ടീസ് അടിക്കണ്ട, ഫ്ലക്സ് വെക്കണ്ട, ഓരെ കാണുമ്പോ തന്നെ പരലോകത്ത് വെച്ചറിയാം. ആ കൂട്ടത്തിൽ പൊട്ടുപോകരുത് നമ്മൾ ആരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാരണം ഈ അടുത്ത് ഒരു സഹോദരി കരഞ്ഞുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു, ഉസ്താദെ എന്റെ ചിത്രങ്ങളൊക്കെ ഭർത്താവ് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നു, എന്ത് ചെയ്യണം ഉസ്താദെ? എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, എന്നെ തല്ലുവാ. അല്ലാഹു, ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഇങ്ങനെയും ആണുങ്ങൾ, അതിലും ഒരു രസം, ഒരു സുഖം കാണുന്നവരുണ്ട്. എന്ത് സുഖമാ, അല്ലാഹു ആലം. അത് ചോദ്യം. പിന്നെ ചെറുപ്പക്കാർക്ക് പിന്നെ വേറൊന്നും ഇല്ലല്ലോ. ഭർത്താവുണ്ടോ, ഉറങ്ങിയോ, എന്താണ്, ഭക്ഷണം കഴിച്ചോ, ഇതൊക്കെ ചോദിക്കുന്നത്. ഏടാ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ? കണ്ടവന്റെ പെണ്ണുമ്പിള്ളയുടെ രഹസ്യം കേട്ടിട്ട് അതിനകത്ത് നിനക്കെന്തും മനസുഖം കിട്ടാനാ? നിനക്കെന്തെങ്കിലും സുഖമോ സന്തോഷമോ വേണമെങ്കിൽ വാപ്പാനോട് പറഞ്ഞാൽ പോരെ, വാപ്പ എവിടെന്നെങ്കിലും ഒരു കോഴിക്കുഞ്ഞിനെ പിടിച്ച് എനിക്ക് കെട്ടിച്ചേരാൻ, സമാധാനാവത്തില്ലേ? കോഴിക്ക് കോഴി തന്നെ വേണമല്ലോ, നീ ഒരു കോഴിയുടെ സ്വഭാവമല്ലേ, അങ്ങനല്ലേ? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കോഴിയുടെ സ്വഭാവം എന്തിനാടാ? നമ്മൾ കല്യാണം കഴിക്കണമെങ്കിൽ പോയി വാപ്പാടുത്ത് പറയണം, വാപ്പാ ബൈക്ക് വേണമെന്ന് പറയുമല്ലോ, അപ്പൊ എനിക്ക് ബൈക്ക് വേണം, എനിക്ക് മൊബൈൽ വേണം, എനിക്ക് കമ്പ്യൂട്ടർ വേണം. അതുപോലെ വാപ്പാനോട് പറ, എനിക്ക് പറ്റണില്ല, എനിക്കൊരു പെണ്ണിനെ വേണം. ധൈര്യമായിട്ട് പോയി പറ. അൽഹംദുലില്ലാ, പോയി ധൈര്യമായിട്ട് പറ, വിവാഹം കഴിക്കണം. അള്ളാഹു നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ സാലിഹത്തായ ഇണകളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയടാ. ഓരോരുത്തന്മാര് കെട്ടിയിട്ട് വിളിച്ചോണ്ട് വന്നിട്ടില്ല. അതിന്റെ റഫീഖൊക്കെ എന്താ വിളിച്ചോണ്ട് വരണ്ടടാ? എല്ലാരും ഇപ്പൊ റഫീഖിന്റെ അത്താവൊക്കെ അൽഹംദുലില്ലാ പോയി വിളിച്ചു. എത്രയും പെട്ടെന്ന് വിളിച്ചോണ്ട് വന്നോണം. അൽഹംദുലില്ലാ 21 വയസ്സെന്ന് കേട്ടപ്പോഴത്തേക്ക് എല്ലാം കൂടെ ചാടി കയറി കെട്ടലോടെ കെട്ടല. അൽഹംദുലില്ലാ, നല്ല കാര്യമാണ്. ഉള്ള നേരത്തെ ഒരു ചിരിക്കുന്ന വാപ്പാടെ കടമ എന്തെന്നറിയോ? ഇസ്ലാമിന്റെ നിയമപ്രകാരം വാപ്പയുടെ കടമയാണ്, മക്കളോടുള്ള കടമയിൽ പെട്ടതാണ് മക്കൾക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത്. അത് വാപ്പ ഉടനെ പറയുന്നത്, ആ ഒരു പാവം 25 വയസ്സല്ലേ ആയുള്ളൂ, ഓന് ജോലിയില്ല, വീടില്ല, ഇപ്പൊ കെട്ടിച്ചു കൊടുത്ത അങ്ങനെ. പിന്നെ ഈ പറയണ മനുഷ്യൻ എത്രാമത്തെ വയസ്സിലാണ് പെണ്ണ് കെട്ടിയത്? നമ്മളൊക്കെ ഇന്നത്തെ വാപ്പമാര് പറയുന്നൊരു അവ ഇങ്ങനെ ബസ് സ്റ്റോപ്പിലും വണ്ടിയുടെ പുറകിലും ട്യൂട്ടോറിയുടെ മുന്നിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ വാപ്പയ്ക്ക് മനസ്സിലാകണം, പഠിച്ചവന് മോന് കല്യാണപ്രായം. അപ്പൊ വാപ്പ പറയണത്, അവനൊന്നും ഇല്ല, കുട്ടിയാണ് കുട്ടിയാണ് കുട്ടിയാണ്. ഒരുത്തിയെ വീട്ടിൽ വിളിച്ചോണ്ട് വരുമ്പോ അറിയാം കുട്ടിയാണെന്ന്. നേരത്തെ കാലത്തെ കുട്ടികൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം സന്തോഷത്തോടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിക്കുക. നിങ്ങളുടെ തെറ്റിദ്ധാരണയാ, നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് മക്കളുടെ ജീവിതം വിലയിരുത്തരുത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിവാഹം കഴിച്ചാൽ അള്ളാഹു അവന് ഭക്ഷണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ. ചെറുപ്പക്കാർ പറയാം, എന്റെ പൊന്നുസ്താദ് ഞങ്ങളുടെ അത്ത ഇവിടെ ഇല്ല, വെള്ളിയാഴ്ച ജുമായിക്ക് വരും, ഒന്ന് പറയണേന്ന്. അങ്ങേര് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു നല്ല കാര്യം പറഞ്ഞെന്ന് പറയും കുട്ടികൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞ ഹദീസ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്താ മക്കളെ കെട്ടിക്കാത്ത? ജോലിയില്ലല്ലോ ഉസ്താദ്, വീടില്ലല്ലോ ഉസ്താദ്, കെട്ടിയാൽ ചെലവിനൊടുക്കണ്ടേ ഉസ്താദ്? അല്ല പറഞ്ഞില്ലപ്പാ, അല്ല പറഞ്ഞതല്ല. ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്തു നോക്കിയേ. ആദം നബിക്ക് അല്ല ഇതെല്ലാം ഉണ്ടായിട്ട് കിട്ടുന്നവന്റെ അവസ്ഥ ആയിരിക്കാൻ പറയാം. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ ഇങ്ങനെ തിന്നും കുടിച്ചും സുഖിച്ചും ആസ്വദിച്ച് ഇങ്ങനെ നടക്കുക. എന്റെ ആദം ഇങ്ങനെ കറങ്ങി നടക്കണ ഒരു സുഖമില്ലല്ലോ, നിന്റെ മുഖത്തൊരു സന്തോഷം ഇല്ലല്ലോ, എന്തോ അല്ല ഒരു രസമില്ലെന്ന് ആദം നബി പറഞ്ഞ മറുപടിയില്ലേ? സ്വർഗത്തിൽ കൂടെ ഈ ചങ്ങാതി പാട്ടും പാടി നടന്നപ്പോ അല്ല ചോദിച്ച്, ഈ സ്വർഗത്തിൽ നടന്നിട്ട് പോലും നിനക്ക് എന്ത് സുഖമില്ലേ? എന്തോ ഒരു കുറവല്ല, ഒറ്റയ്ക്ക് നടന്നിട്ട് ബോറടിക്കണം. അപ്പൊ ഹവ്വാ റളിയല്ലാഹു തആല അൻഹുവിനെ കൊടുത്തപ്പോഴാ ആദം നബിക്ക് പോലും സമാധാനം കിട്ടിയത്. ആദം നബിക്ക് സന്തോഷം വന്നപ്പോഴാ, കൂടെ ഒരാളുണ്ടായപ്പോഴാ. അതും സ്വർഗത്തിൽ വെച്ച്. ഇവിടെ നടക്കണവന്റെ അവസ്ഥ വേറെ, സ്വർഗത്തിൽ വെച്ചിട്ട് ആദം നബി ഇത് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ചിന്തിക്ക് എന്റെ സഹോദര, വിവാഹം കഴിച്ചാൽ അൽഹംദുലില്ലാ, കുട്ടികൾ വിവാഹം കഴിക്കാൻ പറഞ്ഞത് വെറുതെ ഇല്ല. വിവാഹം കഴിക്കുന്നതിലൂടെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. രണ്ട് എളുപ്പമുള്ള നേട്ടം, മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകട്ടെ, വാപ്പാമാരുടെ സമാധാനത്തിന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വിവാഹം കഴിച്ചാൽ അള്ളാഹു അവർക്ക് ഭക്ഷണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ട്, വിവാഹം കഴിച്ചാൽ അള്ളാഹു അവർക്ക് സമ്പത്ത് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ആ ഹദീസ് നല്ലതുപോലെ ഓർത്തു വെച്ചോണം. അള്ളാഹു പെണ്ണ് കെട്ടിയ സമ്പത്ത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ സ്ത്രീധനം വാങ്ങി കിട്ടാന്നല്ല. അങ്ങനെ ചിന്തിച്ചാളെ, അപ്പൊ കുഴപ്പമൊന്നും ഇല്ലാണ്ടാ ഉസ്താദ് പറഞ്ഞോ, കല്യാണം കഴിച്ച സമ്പത്ത് കിട്ടും എന്ന് പറഞ്ഞാൽ ഏറ്റവും ചില ചെറുപ്പക്കാർ ഭയങ്കര ബിരുദന്മാരാ. ഒന്നും വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ നോക്കിയേ കിട്ടുന്ന, പോയിട്ട് നോക്കുമ്പോ 2 നില വീടുണ്ട്, കാറുണ്ട്, ഒറ്റ മോളേ ഉള്ളൂ. അപ്പൊ വീട് എനിക്ക് അൽഹംദുലില്ലാ ഒന്നും വേണ്ട. ഓപ്പായിട്ട് പറഞ്ഞ എനിക്ക് ഒന്നും വേണ്ട, കാരണം ഉണ്ടല്ല, വേറെ അവകാശികളില്ല, ഒറ്റ മോളല്ലേ ഉള്ളൂ, അൽഹംദുലില്ലാ. അങ്ങനെ ചിന്തിക്കുന്ന മേലനങ്ങാതെ ജീവിക്കാനുള്ള വഴികൾ അങ്ങനല്ലടാട്ടാ.
പെണ്ണിന്റെ സമ്പത്ത് ഒരിക്കലും നീ ആഗ്രഹിക്കരുത്. ആരെങ്കിലും പെണ്ണിന്റെ സമ്പത്ത് കണ്ടിട്ട് വിവാഹം കഴിച്ച ഉള്ളത് പോയി എത്തിക്കാനില്ല, പിച്ചക്കാരനായി പോകുന്നത് കാത്തിരിക്കുമാറാകട്ടെ. പണ്ട് വേണ്ട, പെണ്ണിന്റെ സമ്പാദ്യം കണ്ടിട്ട് അൽഹംദുലില്ലാ, അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകുമാറാകട്ടെ. മേടിച്ച് കിട്ടിയവരൊക്കെ എങ്ങനെ ഉണ്ടുപ്പാ? ചങ്ങനം തെങ്ങിന്റെ മുകളിൽ തന്നെയല്ലേ എപ്പോഴും. ഒരുപാട് മാതാപിതാക്കളൊക്കെ പറയുന്ന കേട്ട് സ്ത്രീധനമൊക്കെ വാങ്ങി കെട്ടിയവരൊക്കെ കിടന്നിട്ട് ഓളിങ്ങനെ പറയാ, നിങ്ങളുടെ വീട് എവിടുന്നാ? എന്റെ അത്ത തന്നത് ഇതാ. സഹിക്കാൻ പറ്റാത്ത വാക്കാ അതൊക്കെ. നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ ഭാര്യമാർ ഈ പണം കെട്ടിയവന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പെങ്ങളെ കെട്ടിച്ചത് ഏത് പണം എടുത്തിട്ടാ? എന്റത് വിറ്റിട്ട്. ഭാര്യമാര് പറയുന്നതാ, കൂടപ്പുറപ്പിന് ജോലിക്ക് വിട്ടതാരാ? എന്റെ വീട്ടുകാര്. അപ്പൊ ഇതൊക്കെ കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഉള്ളത് അങ്ങോട്ട് കൊണ്ട് കൊടുക്കുക. അൽഹംദുലില്ലാ. ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദെ പലിശക്ക് എടുത്തിട്ട് മഹർ കൊടുക്കാവോ എന്ന്. ഞാൻ ചോദിച്ചു, നിന്റെ അടുത്ത് പലിശക്ക് എടുത്തിട്ട് മഹർ കൊടുക്കാവോ? ഓനെ എന്നെ കൈ കിട്ടിയില്ല, ഫോണിലായി പോയി. എന്നാ സത്യം പുട്ടില്ല, അറിയില്ലെന്നേ. ഞാൻ പറഞ്ഞോ ഉള്ളത് കൊടുക്ക്. മഹർ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിർബന്ധം ഉണ്ടോപ്പാ? ആദ്യം നബി ഹവ്വാ ബീവിക്ക് മഹർ കൊടുത്തിട്ട് എന്താ മഹർ? എടാ, മഹർ എന്ന് പറയുന്നത് നിന്റെ കയ്യിൽ ഉള്ളത് അത് 10 രൂപയെങ്കിൽ 10 രൂപ. നിന്റെ ഭാര്യയോട് പറയണേ, എനിക്ക് തരാൻ ഒന്നുമില്ല മോളെ, പൊന്നുപോലെ നോക്കിക്കൊള്ളാം മരിക്കണ കാലം വരെ. അവള് തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ അത് മതി. പിന്നെ ഈ മഹർ എന്ന് പറയുന്നത് 4 പേര് കേൾക്കുമ്പോൾ 5 പവൻ ഇല്ലെങ്കിൽ അണക്കേടല്ലേ അപ്പ, അല്ലേ? 4 പേര് കാണണം. നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ വടക്കോട്ടൊക്കെ മഹർ കാണിക്കും, നമ്മുടെ നാട്ടിൽ പിന്നെ അതും ഇല്ല. അൽഹംദുലില്ലാ. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് തന്നെ പൈസ വാങ്ങി കെട്ടുതാലി മേടിക്കും, മോളുടെ കഴുത്തി കൊണ്ടിടും. ഇതാ മഹർ. അതിനാണോടാ മഹർ എന്ന് പറയണേ? വല്ല അവളുടെ വാപ്പ കഷ്ടപ്പെട്ടത് നീ മേടിക്കും. അച്ചാരം ഇല്ലേ എന്നെ എന്താ പറയാ? പ്രസിഡന്റ് ചിരിച്ചോണ്ടിരിക്കുന്ന അച്ചാരം എന്നല്ലേ പറയണേ? അല്ലെ, അച്ചാരത്തിനല്ലേ വാങ്ങുന്നത്? അച്ചാരത്തിന് ഇങ്ങോട്ട് വാങ്ങാ. അൽഹംദുലില്ലാ, എല്ലാം റെഡിയാക്കാം, വീട് റെഡിയാക്കാം, റൂം റെഡിയാക്കാം, എല്ലാം. വണ്ടി പോകുന്നത് വരെ അവിടെ നിന്ന് മേടിച്ച പൈസയില്ലേ? ബസ് മേടിക്കാൻ പൈസ, അച്ചാരം മേടിക്കാം. എന്തിന്? അച്ചാരമൊക്കെ നേരത്തെ മേടിക്കാം, കാരണം വീട് പണിയണ്ടേ, കല്യാണത്തിന്റെ ചെലവുകളൊക്കെ ഇല്ലേ? വണ്ടി വിളിക്കുന്ന പൈസ തന്നെ ഇതിന്. പെണ്ണിന് മാല മേടിച്ചിരിക്കുന്നതും അതും അത്. പിന്നെ നീ എന്തിനാ കെട്ടണേ? നിനക്ക് ദിക്ർ പറഞ്ഞിട്ട് നടന്നാ പോരെ? ഇവനാണ് കൊണ്ടിങ്ങോട്ട് വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ പറയാ, കല്യാണ വണ്ടിയുടെ പൈസ കൊടുത്തിട്ടില്ല മോളെ, ഒരു മോതിരം തരാൻ. അരച്ചു നോക്കുമ്പോ അല്ലാഹു അഅലം, അല്ലാഹു അഅലം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാത്തിനെയും അടുത്ത ക്ലാസ് മുതലൊക്കെ ഈ ചെറുപ്പക്കാരുടെ ഉത്തരവാദിത്തമാണ് ഇവിടത്തുള്ള ക്രാബുകളൊക്കെ വിളിച്ചുകൊണ്ട് വരണം കേട്ടോ. നിങ്ങളൊക്കെ എല്ലാവരും ക്ലാസ്സിൽ വരുമ്പോൾ ഓരോ ചെറുപ്പക്കാരെ കൊണ്ടുവരണം. അകത്തോട്ട് കയറ്റി തന്നാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഇങ്ങോട്ട് ഞാൻ കയറ്റിയാൽ മതി. ഇൻഷാ അല്ലാഹ് എല്ലാത്തിനെയും ഞാൻ റെഡിയാക്കി എടുത്തോളാം. അൽഹംദുലില്ലാ. എല്ലാവരും അവരവരുടെ മക്കൾ, നിങ്ങൾ വിചാരിക്കും എൻ്റെ മോനോ നല്ലവനാ ഉസ്താദേ, ഒരിക്കലും കരുതരുത്. ഇത് നമ്മളെ ശ്രദ്ധിക്കേണ്ടത്, കള്ളു കുടിച്ചാൽ അറിയാൻ പറ്റും, ബീഡി വലിച്ചാൽ അറിയാൻ പറ്റും, കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയാൻ പറ്റത്തില്ല, കറങ്ങി നടക്കാം. അതടിച്ചാൽ അറിയാൻ പറ്റുന്നില്ല. കാരണം നമുക്കറിയുന്ന ഒരു പയ്യൻ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ സ്കൂളിൽ പഠിക്കുക, വന്നപ്പോ ഇങ്ങനെ ആടി ആടി കയറി വരുന്നു. എന്താ സംഭവം എന്നറിയില്ല, ക്ലാസ്സിൽ കയറിയില്ല. അള്ളാഹു പഠിച്ചോനെ, എനിക്ക് തന്നെ ഓനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നീ പോയി ഒന്ന് കുളിക്കാൻ. എന്തോ മണപ്പിച്ചത്, അത്രേ ഉള്ളൂ. എന്തോ സാധനങ്ങൾ. ഇതാണ് ഇന്നത്തെ അവസ്ഥ. കുട്ടികളൊക്കെ വലിയ തലയാണ്. മരൊക്കെ ഇപ്പം ഫെബിക്കോളൊക്കെയാ മണപ്പിക്കുന്നത്. പെട്രോൾ ഒഴിക്കാൻ മണപ്പിക്കുക, പിന്നെ പാരസിറ്റാമോള് കലക്കി അടിക്കുക. ഇങ്ങനെയൊക്കെയാണ് പരിപാടി. അള്ളാഹു എല്ലാത്തിനും അടിച്ചടിച്ച് എവിടെ ആകുമോ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് ഈ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ ഒന്ന് പള്ളിയിൽ കയറ്റി നമുക്കൊന്ന് ഉപദേശിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ 5ാമത്തെ നശിച്ചവൻ തന്റെ ഭാര്യയുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നവനാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ കരുണക്കടലായ പടച്ച റബ്ബ് നമുക്ക് പുറത്തേരുമാറാകട്ടെ. ഭാര്യയോട് പോയി പൊരുത്തം ചോദിച്ചേക്കണം. അള്ളാഹു പുറത്തേരുമാറാകട്ടെ.